ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഉൽപ്പത്തി 19 അധ്യായം. വിട്ടുവീഴ്ചകൾ ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന അപജയമാണ് ലോത്തിന്റെ കഥയിലൂടെ ഉൽപ്പത്തി 19 നമ്മെ പഠിപ്പിക്കുന്നത്. സോദോമിൻ്റെ ദുഷിച്ച പ്രവണതകളോട് തോളൊരുമി ജീവിച്ചതിൻ്റെ ഫലമായി ലോത്തിന്റെ കുടുംബത്തിന് വന്നു ചേർന്ന പരിതാപകരമായ വിധി വേദനിപ്പിക്കുന്നതാണ്. തെറ്റായ ദുഷിച്ച പ്രവണതകളിൽ നിന്നും പൂർണ്ണമായി വേർപെട്ട് നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് നാം ഇവിടെ കാണുന്നത്. പട്ടണവാതിൽക്കരുന്ന് ന്യായവിധി നടത്തത്തക്ക പ്രാമാണികത്വം ലോത്ത് സോദോമിൽ സ്വന്തമാക്കിയിരുന്നു. അവിടെ കടന്നു വന്ന ദൂതന്മാരെ അവൻ നിലം വരെ കുമ്പിട്ട് വണങ്ങി സ്വീകരിച്ചു. എന്നാൽ സോദോമിലെ പുരുഷന്മാർ അക്രമോത്സുകരായ സ്വവർഗ ഭോഗികളായി ആയിരുന്നു. ഇത്തരം ആളുകളെപ്പറ്റിയും അവർക്ക് ഭവിക്കുവാൻ പോകുന്ന വിനാശത്തെപ്പറ്റിയും റോമർ 1:18 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ പ്രതിപാദിക്കുന്നുണ്ട്. ലോത്തിന്റെ അവസ്ഥ അതിദുർഘടമായി. അവൻ ക്ഷണിച്ച് നിർബന്ധിച്ച് വീട്ടിനുള്ളിൽ പ്രവേശിപ്പിച്ച അതിഥികളുടെയും അവൻ്റെ 2 പെൺമക്കളുടെയും അവൻ്റെ ഭാര്യയുടെയും അവൻ്റെ തന്നെയും ജീവൻ അപകടത്തിലായി. ഉൽപ്പത്തി 18 അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങളിൽ പറയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്നെത്തിയ നിലവിളിയുടെ കാരണം ഇവിടെ വ്യക്തമാകും. അവൻ്റെ ന്യായാധിപതി സ്ഥാനത്തെയും പരദേശിയായിരിക്കുന്ന അവസ്ഥയെയും ജനം പരിഹസിച്ചു. ധാർമ്മികമായി അന്ധത ബാധിച്ച ആ ജനക്കൂട്ടത്തെ ദൈവദൂതന്മാർ ശാരീരികമായ അന്ധത കൂടി ബാധിപ്പിച്ചു. ഇതേപോലെ ഒരു അന്ധത ഏലീഷായുടെ പ്രാർത്ഥനയുടെ ഫലമായി അരാമ്യ സൈന്യത്തെ ബാധിക്കുന്നത് 2 രാജാക്കന്മാർ 6:18 നമുക്ക് കാണാൻ സാധിക്കും. അന്ധതയുടെ ഫലമായി സോദോമിലെ അധർമ്മികൾക്കുണ്ടായ പരിഭ്രാന്തിയും മനോവിഭ്രമവും ചിന്താക്കുഴപ്പവും ഒന്നു മാത്രമാണ് ലോത്തിനെയും കുടുംബത്തെയും അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചത്. ദൈവദൂതന്മാർ അവരുടെ പരിശോധന പൂർത്തീകരിച്ചതിന് ശേഷം ദൈവത്തിൻ്റെ ന്യായവിധി നടപ്പാക്കാൻ ഒരുമ്പെടുന്നതിന് മുൻപായി ലോത്തിനോടും കുടുംബത്തോടും കരുണ കാണിച്ചു. അബ്രഹാം ദൈവത്തോട് വിലപേശി വാങ്ങിയ ചുരുങ്ങിയ എണ്ണം, അതായത് 10 പേർ, 10 നീതിമാന്മാർ പോലും ആ പട്ടണത്തിൽ ഉണ്ടായിരുന്നില്ല. 18 അധ്യായത്തിൻ്റെ 24 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ വായിക്കുക. ലോത്ത് മടിച്ചു നിന്നെങ്കിലും ദൈവദൂതന്മാർ അവനെയും അവൻ്റെ ഭാര്യയെയും 2 പുത്രിമാരെയും കൈക്ക് പിടിച്ച് പട്ടണത്തിൻ്റെ പുറത്ത് കൊണ്ടുചെന്നാക്കി. 16 വാക്യത്തിൽ പറയുന്നത് ശ്രദ്ധിക്കുക. യഹോവ അവനോട് കരുണ ചെയ്യുകയാൽ എന്ന് ഇവിടെ പറയുന്നു. അതെ, ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം ദൈവത്തിൻ്റെ കരുണയാണ്. ലോത്തിനെയോ അബ്രഹാമിനെയോ ഒന്നും അറിയിക്കാതെ തന്നെ ആ പട്ടണങ്ങളെ ദൈവത്തിന് നശിപ്പിക്കാമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രം ദൈവദൂതന്മാർ ലോത്തിനെയും കുടുംബത്തിനെയും ബലം പ്രയോഗിച്ച് വലിച്ച് പട്ടണത്തിന് പുറത്തു കൊണ്ട് ചെന്നാക്കുന്നു. നശിക്കാതിരിക്കുവാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോയിക്കൊള്ളുവാനും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കരുതെന്നും ദൂതന്മാരിൽ ഒരുവൻ അവരോട് ആവശ്യപ്പെട്ടു. എന്നാൽ അധികം ദൂരെയല്ലാതെ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ പട്ടണമായ സോവറിലേക്ക് പോകുവാൻ ലോത്ത് അനുവാദം ചോദിച്ചു. ആ അപേക്ഷയും ദൈവം സ്വീകരിച്ചു. തുടർന്ന് യഹോവ സോദോമിൻ്റെയും ഗോമോറോയുടെയും മേൽ ആകാശത്ത് നിന്ന് തീയും ഗന്ധകവും വർഷിപ്പിച്ചു ആ പ്രദേശത്തിന് ഉന്മൂലനാശം വരുത്തി. ലോത്തിൻ്റെ പിന്നിലായിരുന്ന അവൻ്റെ ഭാര്യ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയതിൻ്റെ ഫലമായി ഉപ്പുതൂണായി മാറി. ലൂക്കോസ് 17:32 കർത്താവ് പറയുന്നത് ശ്രദ്ധിക്കുക. ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുക. സോദോം ഗോമറയിൽ നിന്നും തീച്ചൂളയിലെ പുക പോലെ ആകാശത്തേക്കുയരുന്ന പുക അബ്രഹാം അതിരാവിലെ തന്നെ താൻ യഹോവയുടെ സന്നിധിയിൽ നിന്നിരുന്ന സ്ഥലത്ത് ചെന്ന് അവിടെ നിന്ന് കണ്ടു.
അബ്രഹാമിനെ ദൈവം ഓർത്തത് കൊണ്ടാണ് ലോത്തിനെ രക്ഷിച്ചതെന്ന് 29 വാക്യത്തിൽ നാം വായിക്കുന്നു. അതേസമയം 2 പത്രോസ് 2 അധ്യായത്തിൻ്റെ 7ഉം 8ഉം വാക്യങ്ങൾ പറയുന്നത് ദുഷ്ടന്മാരുടെ മ്ലേച്ഛ ജീവിതം കൊണ്ട് വലഞ്ഞ നീതിമാനായ ലോത്തിനെ വിടുവിച്ചു എന്നാണ്. ലോത്തിൻ്റെ നീതിയും അബ്രഹാമിൻ്റെ മധ്യസ്ഥതയും ദൈവീക രക്ഷയ്ക്ക് കാരണമായതായി നമുക്ക് അനുമാനിക്കാം. ചെറിയ പട്ടണമായ സോറിൽ പാർക്കുവാൻ ലോത്തിന് പേടിയായി. അതുകൊണ്ട് അവൻ തൻ്റെ 2 പുത്രിമാരെയും കൂട്ടി പർവ്വതത്തിൽ ചെന്ന് അവിടെയുള്ള ഒരു ഗുഹയിൽ പാർത്തു. വൃദ്ധനായ ലോത്തുമൊത്ത് പുറം ലോകവുമായി ബന്ധമില്ലാത്ത ഗുഹയിൽ കഴിയുന്ന 2 പെൺകുട്ടികൾ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ലൈംഗിക വേഴ്ചയ്ക്ക് തയ്യാറാകുന്നു. പിതാവിൻ്റെ സന്തതി പരമ്പര നിലനിർത്തുന്നതിനുള്ള വ്യഗ്രതയിൽ അവർ ലോത്തിനെ വീഞ്ഞു കുടിപ്പിച്ച് അയാൾ അറിയാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ഗർഭം ധരിക്കുന്നു. അതിനുള്ള കാരണം സന്താനമില്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നത് ആ കാലഘട്ടത്തിൽ അത്യധികം വേദനാജനകമായ ഒരു സംഗതി ആയതിനാലാണ്. ഉൽപ്പത്തി 38 അധ്യായം വായിക്കുമ്പോൾ ഇക്കാര്യം നമുക്ക് കൂടുതൽ വ്യക്തമാകും. ലോത്തിൻ്റെ മൂത്ത മകൾക്ക് മോവാബ് എന്ന മകനും 2ാമത്തെ മകൾക്ക് ബെൻ അമ്മീം എന്ന മകനും ജനിച്ചു. ഇവരിൽ നിന്നുമാണ് ഇസ്രയേൽ ജനതയ്ക്ക് പിന്നീട് പലപ്പോഴും തലവേദനയായി തീർന്ന മോവാബ്യരും അമ്മോന്യരും ജന്മം കൊണ്ടത്. അതേസമയം യേശുവിൻ്റെ വംശാവലിയിൽ മത്തായി ഒരു മോവാബ്യ സ്ത്രീയായ രൂത്തിനെയും ചേർത്തിരിക്കുന്നതായി നമുക്ക് കാണാം. മത്തായി 1:5 രൂത്ത് 4:13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളും വായിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.